പ്രവേശകധ്യാനം. ഞാനാകുന്നു. ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ വിശ്രമത്തിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലെന്നതുപോലെ സുരക്ഷിതമായി ഞാൻ ഭൂമിയോട് ചേർന്നിരിക്കുകയാണ്. ഞാൻ ഭൂമിയോട് ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആധാരമായതിനോടെല്ലാം ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എന്റെ മാതാവിനോട്, എന്റെ പിതാവിനോട്, എന്റെ ജീവകുലത്തിനോട്, എന്റെ ഭൂമിയോട്, എന്റെ ഗുരുപരമ്പരയോട് ഞാനിതാ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. നന്ദിയിലൂടെ, സ്നേഹത്തിലൂടെ, പരിഗണനയിലൂടെ, സമർപ്പണത്തിലൂടെ, സ്വീകാര്യതയിലൂടെ, വിധേയത്വത്തിലൂടെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ എന്റെ ശരീരം വിശ്രമത്തിലാണ്. എന്റെ മനസ്സും വിശ്രമത്തിലാണ്. എന്റെ അവയവങ്ങളെല്ലാം അയഞ്ഞിരിക്കുന്നു. എന്റെ ചിന്തകൾ ശാന്തമായിരിക്കുന്നു. എന്റെ വികാരങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. എന്റെ ഞാൻ ബോധം അഴിഞ്ഞുപോകുന്നു. എന്റെ അകത്തേക്കും പുറത്തേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണശ്വാസത്തെ ഞാൻ അറിയുന്നു. പുറത്ത് എല്ലാം ചലിപ്പിക്കുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. അകത്ത് എന്നിൽ ചലനമാകുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ എന്റെ മാതാവും, എന്റെ പിതാവും, എന്റെ ജീവകുലവും, എന്റെ ഭൂമിയും, എന്റെ ഗുരുവും എന്നിലെ ചലനത്തിന് ഭൂമികയാകുന്നു. എന്നിൽ ചലനമാകുന്നതെന്തോ, എന്നിൽ ഗുരുത്വമാകുന്നതെന്തോ, ഞാൻ അറിയുന്നതെന്തോ, ഞാൻ അറിയാത്തതെന്തോ, ഞാൻ തേടുന്നതെന്തോ, അത് ഞാനാകുന്നു. എന്റെ പ്രാണൻ, അത് ഞാനാകുന്നു. എന്റെ പ്രാണതാളം, അത് ഞാനാകുന്നു. ഞാനാകുന്ന പ്രാണതാളത്തിൽ എന്റെ രൂപത്തെ ഞാൻ അറിയുന്നു. അതിനകത്തെ അവയവങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കലകളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കോശങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ജീവനെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ദ്രവ്യകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ഊർജകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ബോധകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ആനന്ദകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ശുദ്ധബോധത്തെ ഞാൻ അറിയുന്നു. ഞാൻ രൂപമാകുന്നു. ഞാൻ അവയവങ്ങളാകുന്നു. ഞാൻ കലകളാകുന്നു. ഞാൻ കോശങ്ങളാകുന്നു. ഞാൻ ജീവനാകുന്നു. ഞാൻ ദ്രവ്യകണങ്ങളാകുന്നു. ഞാൻ ഊർജകണങ്ങളാകുന്നു. ഞാൻ ബോധകണങ്ങളാകുന്നു. ഞാൻ
ആനന്ദകണങ്ങളാകുന്നു. ഞാൻ ശുദ്ധബോധമാകുന്നു. അത് ഞാനാകുന്നു. ബോധമാണ് സർവം എന്ന് ഞാൻ അറിയുന്നു. എന്താണെന്നറിയുന്നുവോ അത് ഞാനാകുന്നു. എന്താകണമെന്ന് ആശിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്നു ചിന്തിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്നു പറയുന്നുവോ അത് ഞാനാകുന്നു. ഞാൻ എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ എന്റെ ബോധം അവിടെയാകുന്നു. എന്റെ ബോധം എവിടെയോ എന്റെ ധർമ്മം എവിടെയാകുന്നു. എന്റെ ധർമ്മം എവിടെയോ എന്റെ ജീവചൈതന്യം അവിടെയാകുന്നു. എന്റെ ജീവചൈതന്യം എവിടെയോ എന്റെ രൂപകൽപ്പന അവിടെയാകുന്നു. എന്റെ രൂപകൽപ്പന എങ്ങനെയോ എന്റെ സാക്ഷാത്കാരം അതാകുന്നു. എന്റെ സാക്ഷാത്കാരം എങ്ങനെയോ അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ എന്റെ ശ്രദ്ധ ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ധർമ്മം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ജീവചൈതന്യം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ രൂപകൽപ്പന ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ സാക്ഷാത്കാരം ശരീരത്തിലാണ്. അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരം മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ശരീരം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ശരീരം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്ന എന്നിലെ അവയവങ്ങളിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. കാൽവിരലുകളിലൂടെ, പാദങ്ങളിലൂടെ, കണങ്കാലുകളിലൂടെ, തുടകളിലൂടെ, അരക്കെട്ടിലൂടെ, നട്ടെല്ലിലൂടെ, ഉദരത്തിലൂടെ, നെഞ്ചിലൂടെ, ആന്തരാവയവങ്ങളിലൂടെ, കഴുത്തിലൂടെ, ശിരസ്സിലൂടെ, മൂർധാവിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അവയവങ്ങളെല്ലാം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ അവയവങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തെ മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ജീവിതം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ജീവിതം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തുമുള്ള സർവവും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നതിൽ എന്റെ മാതാവിനോടും എന്റെ പിതാവിനോടും എന്റെ ജീവകുലത്തിനോടും എന്റെ ഭൂമിയോടും എന്റെ ഗുരുപരമ്പരയോടും ധർമ്മമാർഗേ ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചഗുരുത്വങ്ങളുടെ ഗർഭപാത്രത്തിൽ എന്നതുപോലെ ഞാൻ സുരക്ഷിതമായിരിക്കും. പഞ്ചഗുരുത്വങ്ങളിൽ വേരൂന്നി നിന്നുകൊണ്ട് എന്റെ ശിരസ്സും കൈകളും ഉയർത്തി തന്നതെല്ലാം സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുന്നു. ഇനി വേണ്ടതെല്ലാം അർത്ഥന ചെയ്ത് നേടുവാൻ എനിക്ക് കഴിയുന്നു. ഏതു പരിസരത്തും ഏതു വേഗത്തിലും സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. ഞാൻ ബോധമാകുന്നു, ഞാൻ ശുദ്ധിയാകുന്നു, ഞാൻ സമൃദ്ധിയാകുന്നു, ഞാൻ അറിവാകുന്നു, ഞാൻ സുരക്ഷയാകുന്നു, ഞാൻ ഗുരുത്വമാകുന്നു, ഞാൻ വിജയമാകുന്നു, ഞാൻ നന്മയാകുന്നു, ഞാൻ നന്മയാകുന്നു, ഞാൻ നന്മയാകുന്നു. അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു.